ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വാഗ്ദത്തം നമുക്ക് നിത്യജീവൻ എന്നുള്ളതാണ് വാഗ്ദത്തം. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നതാണ്, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിത്യജീവൻ്റെ ഉടമകളായി ഞാൻ തീരുക, നിത്യജീവൻ്റെ അവകാശികളായി ഞാൻ തീരുക. ഈ താൽക്കാലിക ലോകജീവിതം കഴിഞ്ഞ് നാം കടന്നു ചെല്ലുമ്പോൾ നിത്യജീവൻ്റെ അനുഭവത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കണം. ഈ നിത്യജീവൻ്റെ ഉറപ്പ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നാം സമ്പാദിക്കണം. നിത്യജീവൻ്റെ മുദ്ര ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് സമ്പാദിക്കണം. ഇവിടെ നിന്ന് കടന്നു പോയതിന് ശേഷം പിന്നെ നിത്യജീവൻ കിട്ടുകയില്ല. ഇവിടെ കടന്നു പോയതിന് ശേഷം എന്തെല്ലാം പുണ്യപ്രവൃത്തി ചെയ്താലും, മരിച്ചയാൾക്ക് വേണ്ടി ഏതെല്ലാം അനുഗ്രഹീതമെന്ന് തോന്നാവുന്ന കാര്യങ്ങൾ നിവർത്തിച്ചാലും
പെരുന്നാളുകൾ ഏറ്റുകഴിച്ചാലും അല്ല തീർത്ഥയാത്രകൾ നടത്തിയാലും മരിച്ചയാൾക്ക് വേണ്ടി എന്തെല്ലാം പുണ്യപ്രവൃത്തി ചെയ്താലും അതൊന്നും ആ മരിച്ചയാൾക്ക് പ്രയോജനപ്പെടുകയില്ല. മരണശേഷം ഇതൊന്നും പ്രയോജനപ്പെടുകയില്ല. മരിക്കുന്നതിന് മുൻപ് നിത്യജീവൻ്റെ അവകാശം നാം പ്രാപിച്ചിരിക്കണം. നാം കണ്ടു ആ ചെറുപ്പക്കാരൻ പ്രാണിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന്, നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവരെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവല്ലാതെ നല്ലവനാരുമില്ല. എന്നുവെച്ചാൽ ദൈവം, നീ എന്നെ ദൈവമായിട്ട് കാണുന്നില്ല എങ്കിൽ നല്ലവരെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടായിരുന്നു. നീ എന്നെ ദൈവമായിട്ട് കാണുന്നില്ല. കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം, ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. ദൈവം ക്രിസ്തു തന്നെ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ 5 കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം. 5 കാര്യങ്ങൾ. നീ ഈ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ എങ്ങനെയുണ്ടെന്ന് നോക്കുക. വായിച്ച ഭാഗം: കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞു, ഇതൊക്കെ ഈ കൽപ്പനകൾ നീ പാലിക്കുന്നുണ്ടോ? അവൻ പറയുക, നല്ല ഗുരു, ഞാനത് പാലിക്കുന്നുണ്ട്. ബാല്യം മുതലേ ഞാൻ പ്രമാണിച്ചു വരുന്നത്. ഞാൻ വളരെ നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന മനുഷ്യനാണ്. അവന് ശരിയാണ്, കർത്താവ് അംഗീകരിക്കുന്നുണ്ട്. കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്ന് നമുക്ക് കാണാം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. കാരണം നല്ലൊരു ആഗ്രഹത്തോடு വന്നു, നിത്യജീവൻ്റെ യഥാർത്ഥമായ അനുഭവം കിട്ടാൻ വേണ്ടി വന്നു. ആരുടെ അടുക്കൽ വരണമോ ആ വരേണ്ടവൻ്റെ അടുക്കൽ തന്നെ അവൻ വന്നു. ചോദിക്കേണ്ട ചോദ്യം തന്നെ അവൻ ചോദിച്ചു. ഏറ്റവും നല്ല കാര്യം ഇതെല്ലാം. അവൻ ബാല്യം മുതലേ കൽപ്പനകൾ പ്രമാണിച്ചു വരുന്നതിനുമാണ്. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും പല നല്ല ഗുണങ്ങളും അവനുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവ് അവനോട് അവനെ സ്നേഹിച്ചിട്ട് അവൻ്റെ ഹൃദയം കണ്ട് പറയുകയാണ്, നിനക്ക് ഒരു കുറവുണ്ടല്ലോ, ഒരു കുറവുണ്ട്. നിത്യജീവൻ പ്രാപിക്കാൻ നിന്നെ സംബന്ധിച്ചോളം നിനക്കൊരു അറ്റാച്ച്മെൻറ്റ് കിടക്കുന്നു. നിൻ്റെ ജീവിതത്തിലൊരു പറ്റുമാനമുണ്ട്. നിനക്ക് നിൻ്റെ സ്വത്ത്, അതിലേക്ക് നിൻ്റെ ഹൃദയം ചാഞ്ഞു നിൽക്കുന്നു. സ്വത്ത് അന്യായമായി സമ്പാദിച്ചതല്ലായിരിക്കും നീ. ഒരുപക്ഷേ അത് കാരണവന്മാരുടെ കാലത്ത് നിന്ന് നിൻ്റെ മേലെ വന്നതായിരിക്കും. പക്ഷേ അതിനോടൊരു അറ്റാച്ച്മെൻറ്റ്, അതിനോടൊരു പറ്റുമാനം, സ്വത്തിനോടുള്ളൊരു അഫെക്ഷൻ, അതിനോടൊരു സ്നേഹം, സ്വത്തിനുള്ളതായ ഒരു ആശ്രയം, ഒരു ഡിപ്പെൻഡൻസ്, ഇതെല്ലാം നിൻ്റെ ജീവിതത്തിലുണ്ട്. നിൻ്റെ സ്വത്ത് നിനക്കൊരു തടസ്സമാണ്. കർത്താവ് മറ്റാരോടും സ്വത്ത് വയ്ക്കാൻ പറഞ്ഞില്ല. പക്ഷേ ഇവനോട് പറയുകയാണ്, നീ വാസ്തവമായി നിത്യജീവൻ അവകാശമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ടുള്ളത് നീ മാറ്റിക്കളയണം. നിൻ്റെ ജീവിതത്തിൽ നിത്യജീവൻ അവകാശപ്പെടുന്നതിന് തടസ്സമായിട്ട് നിൻ്റെ ജീവിതത്തിൽ സമ്പത്തുണ്ട്. ഈ ലോകത്തിലെ സുഖമുണ്ട്, ഈ ലോകത്തിൽ സമ്പത്തുണ്ട്, ഈ ലോകത്തിൽ സൗകര്യങ്ങളുണ്ട്. ഈ ലോകത്തിലുള്ള സമ്പത്തുകളും സൗകര്യങ്ങളും എല്ലാം അത് നിനക്കൊരു തടസ്സമായി നിൽക്കുകയാണ്. അവൻ്റെ കാര്യത്തിൽ കർത്താവ് അവൻ്റെ മർമ്മത്തിൽ തൊടുകയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറവ് എന്താണെന്ന് ചൂണ്ടിക്കാണിച്ച് തരികയാണ്. ഒരു കുറവ് നിനക്കുണ്ട്. അത് വ്യക്തമായിട്ടാണ് പറയുന്നത്. ഒരു കുറവ് നിനക്കുണ്ട്. മറ്റെല്ലാം നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു കുറവ് നിനക്കുണ്ട്. നിത്യജീവൻ പ്രാപിക്കാൻ ഇതൊരു നിനക്ക് തടസ്സമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഗൗരവമേറിയ കാര്യമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനോടും ഡിറ്റാച്ച്ഡ് ആകാതെ, എല്ലാറ്റിൽ നിന്നും ഉള്ളം മാറാതെ നിത്യജീവനാവകാശമാക്കാൻ സാധിക്കില്ല. ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടത് ഞാൻ പറയുന്നില്ല കേട്ടോ. ചിന്തിക്കണം. മക്കളുടെ കാര്യം ചിന്തിക്കണം, വിവാഹത്തിൻ്റെ കാര്യം ചിന്തിക്കണം, ജോലിയുടെ കാര്യം ചിന്തിക്കണം, ഉത്സാഹത്തോടെ ജോലി ചെയ്യണം. എല്ലാം ഉണ്ട്, എല്ലാം ഒന്നും കളയണ്ട. സ്തോത്രം. പക്ഷേ അകത്തൊരു ഡിറ്റാച്ച്മെൻറ്റ്, അകത്തൊരു അകൽച്ച, ലോകകാര്യങ്ങളിൽ നിന്ന് അകൽച്ച. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇന്ന് അനേകം ആളുകളും പ്രകടമായ പാപമൊന്നും ചെയ്യുന്നില്ല, ആർക്കും ദോഷം ചെയ്യുന്നില്ല, ഉപദ്രവം ചെയ്യുന്നില്ല, ആർക്കും ഒരു പ്രയാസം വരുത്തുന്നില്ല, തെറ്റായ വഴികളൊന്നും പോകുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, അരുതാത്ത കാര്യങ്ങളൊന്നുമില്ല, മാനമര്യാദയായി ജീവിക്കുന്നു. വളരെ വളരെ നല്ല തത്വദീക്ഷയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ അവരുടെ ലോകമാണ് കർത്തൃത്വം നടത്തുന്നത്. ലോകം മനസ്സിലാക്കി കിട്ടുന്നതിൻ്റെ വലിയ വെളിവാണ്. ലോകമനുഷ്യരുടെ ബഹുമതി, ലോകമനുഷ്യരുടെ അംഗീകാരം, റെക്കഗ്നീഷൻ, ഇതെല്ലാം നാം അറിയാതെ തമ്മിൽ ഇഴുകി ചേർന്ന് നിൽക്കുകയാണ്. യേശു ക്രിസ്തുവിനത് ഉണ്ടായിരുന്നില്ല. മനുഷ്യരെക്കുറിച്ച് എന്ത് പറയുന്നത് കർത്താവ് ചിന്താവിഷയമായിരുന്നില്ല. മനുഷ്യരെ കുറ്റം പറയുന്നുണ്ടോ അതും ചിന്താവിഷയമായിരുന്നില്ല. ആരുടെയും മുഖസ്തു കേൾക്കാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. കർത്താവിന് മുഖപക്ഷം ഉണ്ടായിരുന്നില്ല. കർത്താവ് സ്നേഹം മാത്രം.
ലോകം അവന് യോഗ്യമായിരുന്നില്ല. നമുക്ക് കർത്താവ് പറയുന്നു നിങ്ങൾക്കും ലോകം യോഗ്യമല്ല. യോഹന്നാന് ശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങൾ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നമ്മളെ എന്നും പകച്ചുകൊണ്ടിരിക്കും. ലോകം എന്താണ് ലോകം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്താ ലോകം എന്ന് പറയുന്നു? ലൗകികമായ കാര്യങ്ങളുള്ളതായ പ്രതിപത്തിയാണത്. ഈ ലോകത്ത് ആഹാരം കഴിക്കണ്ടേ? ലൗകികമായ കാര്യമല്ലേ? പക്ഷേ ആഹാരം കഴിക്കുന്നത് പാവമല്ല. ഈ ലോകത്ത് വിവാഹം കഴിക്കണ്ടേ? പക്ഷേ വിവാഹം കഴിക്കുന്നത് പാവമല്ല. ഈ ലോകത്ത് മക്കളുണ്ടാകണ്ടേ? മക്കളുണ്ടാകുന്നത് പാവമല്ല. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്യണ്ടേ? ജോലി ചെയ്യാം. പിന്നെ എന്താണ് പ്രശ്നം? എന്താണ് നമ്മുടെ ലാക്ക്? എന്താണ് ഇതിൻ്റെ എല്ലാം അടിയിൽ അണ്ടർലൈനിങ് പ്രിൻസിപ്പിൾ, അടിയിലുള്ളതായ ലാക്ക് എന്താണ്? അതാണ് ചിന്തിക്കേണ്ടത്. എന്താണ് ലാക്ക്? ഈ ലോകത്തിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ഹൃദയം ബന്ധപ്പെടുന്നെങ്കിൽ ഒരിക്കലും കർത്താവിനെ കിട്ടുകയില്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവഷം ചെയ്യുന്നു, എന്നേക്കും ഇരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹ അതിന് പറയുന്നുണ്ട് 2-ാം അധ്യായത്തിൽ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവഷം ചെയ്യുന്നവനും എന്നേക്കും ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകത്ത് നാം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രൂപാന്തരം വരണം, ഹൃദയം മാറണം, സ്വഭാവം മാറണം, ക്രിസ്തു സദൃശമായി തീരണം. ശരി, അതൊക്കെ നമുക്ക് മനസ്സിലായി. എന്നാൽ ഇതിൻ്റെ കൂടെ ലോകവും കൂടിക്കലർത്താൻ നോക്കരുത്. ലോകത്തിൻ്റെ ബഹുമതിക്ക് വേണ്ടി ആത്മീയനാകാൻ ശ്രമിക്കരുത്. ഞാനിപ്പോൾ നിങ്ങളുടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ വചനം പറയുന്നത് കേട്ട് നിങ്ങൾക്ക് എന്നോടൊരു ബഹുമാനം വരണമെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ അത് ലോകമാണത്. ഞാൻ വചനം പറയുന്നു, കർത്താവിൻ്റെ വചനമാണ് പറയുന്നത്. എൻ്റെ വചനം അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ചിലർ കണ്ടോ നല്ല പ്രസംഗമാണ് എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലൗകികനാണ്. സ്തോത്രം. ആരെന്ത് പറയുന്നത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ലൗകികനായിപ്പോയി. മനുഷ്യരെന്തും പറഞ്ഞുകൊള്ളട്ടെ, ആരെന്തും ചിന്തിച്ചുകൊള്ളട്ടെ, പക്ഷേ ഞാൻ യഥാർത്ഥമായ ചൊവ്വായ വഴിയിൽ നടക്കുന്നൊരു ബോധം നമുക്ക് വേണം. ശരിയായ വഴിയിൽ ഞാൻ പോകുന്നു, ക്രിസ്തു പോയ വഴിയിൽ കൂടി പോകുന്നു. സ്തോത്രം. ലോകം നിങ്ങൾക്ക് യോഗ്യമല്ലെന്ന് കർത്താവ് പറഞ്ഞു. നാം പാടാറുണ്ടല്ലോ, ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. സ്തോത്രം. നാഥൻ മുൾമുടി കൊടുത്ത ലോകമാണ്. ഈ ലോകത്തിന് എനിക്ക് പേര് കിട്ടിയിട്ട് എന്ത് വേണം? സ്തോത്രം. ലോകം നമുക്ക് ഒരിക്കലും അംഗീകാരം തരികയില്ല. ആത്മീയരെ ലോകം അംഗീകരിക്കുകയില്ല. ആത്മീയരായി നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ ലോകം നമ്മൾ വെറുക്കും, സകലത്തെ നമ്മൾ വെറുക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. എല്ലാവരും പകയ്ക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല, ഒരു തെറ്റ് ചെയ്തില്ലെങ്കിലും എല്ലാവരും പകയ്ക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ലൗകികന്മാർക്ക് നമ്മളോട് അടുപ്പമുണ്ടാകുകയില്ല. നമ്മൾ അടുപ്പമുണ്ടാകുന്ന ആർക്കാണ്? ആത്മീയനാകാൻ ഒരു തീരുമാനമുള്ളവർക്ക് നമ്മളോട് അടുപ്പം വരും. അല്ലാത്തവർക്കെല്ലാം നമ്മൾ എതിർപ്പായിരിക്കും. അത് ഏത് സ്ഥാനിയായാലും ആണെങ്കിൽ നമ്മളെ എതിർത്തുകൊണ്ടിരിക്കും. ആരായാലും, എത്ര പ്രതാപശാലിയായ മനുഷ്യനാണെങ്കിലും, എത്ര ഉന്നതനായ മനുഷ്യനാണെങ്കിലും, ലോകമാണ് അവരുടെ ഉള്ളതിലിരിക്കുന്നെങ്കിൽ നമ്മൾ വെറുത്തുകൊണ്ടിരിക്കും, നമ്മൾ വെറുക്കും. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നതാണ് വചനം പറയുന്നത്. ശത്രുത്വം, ദൈവത്തോട് ശത്രുത്വമാണ് ലോകസ്നേഹം. വിഭയാണികളായുള്ളവരേ എന്നാണ് അപ്പോസ്തലൻ യാക്കോബിനെ വിളിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വ്യഭിചാരമായിട്ടാണ് കാണുന്നത്. ലോകം
ലോകത്തുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ വ്യഭിചാരമായിട്ടാണ് ദൈവം കാണുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോടെ ശത്രുത്വമാകും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. ലോകസ്നേഹം. ഈ ലോകത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും നമ്മൾ മാനിക്കണമെന്നോ നമ്മെ അംഗീകരിക്കണമെന്നോ നമ്മെക്കുറിച്ച് നല്ലത് പറയണമെന്നോ ഒരു ചിന്ത വരുന്നെങ്കിൽ അത് പാവമാണ്. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ വഴിയും ശുദ്ധമായിരിക്കണം. ആരും എന്തും നമ്മെക്കുറിച്ച് ചിന്തിച്ചു കൊള്ളട്ടെ, എന്തും നമ്മെക്കുറിച്ച് പറഞ്ഞു കൊള്ളട്ടെ. ക്രിസ്തു നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ശുദ്ധമാണോ അത് മാത്രം ചിന്തിച്ചാൽ മതി. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ എൻ്റെ ജീവിതം വിശുദ്ധമാണോ? വേറെ ആരെയും നോക്കണ്ട, ദൈവം പ്രശംസിച്ചാൽ മാത്രം മതി. സ്തോത്രം. ഒരു ചെറുപ്പക്കാരൻ സംഗീതം പഠിക്കാൻ പോയി. ഞാൻ വായിച്ചതാണ്. സംഗീതം പഠിക്കാൻ പോയി. നല്ലപോലെ അവൻ ഈ ഓർഗൻ പ്ലേ ചെയ്യാൻ പഠിച്ചു. അതിസുന്ദര മധുരമായി പാടാൻ പഠിച്ചു. നല്ല ദീർഘകാലത്തെ പരിശ്രമം കൊണ്ട് അത് കിട്ടിയത്. നല്ല സമർത്ഥനായി തീർന്നു. അവൻ അന്ന് ഒരു വലിയൊരു സമ്മേളനത്തിൽ അവൻ്റെ ഗാനമേള അത് അറേഞ്ച് ചെയ്ത് അവന് പാടാൻ അനുമതി കിട്ടി, സൗകര്യം കിട്ടി. വലിയ ജനക്കൂട്ടം വന്നു കൂടി. വലിയൊരു ജനക്കൂട്ടം എല്ലാം ഈ ഗാനത്തിലങ്ങ് ലയിച്ച് നിൽക്കുകയാണ്. ഒരു പാട്ട് പാടി എല്ലാവരും അമ്പരന്ന് പോയി. ഇത്ര മനോഹരമായി മധുരമായി പാടാൻ സാധിക്കുന്നല്ലോ. ഒരിക്കലും ആർക്കും പറ്റാത്തതുപോലത്തെ ഗാനമായിരുന്നു. അത്ര സുന്ദരമായിരുന്നു, അത്ര മധുരമായിരുന്നു. ആളുകൾ അവൻ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും ആർത്ത് കൈകൊട്ടി ആർപ്പ് വിളിച്ചു. രണ്ടാമത്തെ പാട്ട് തുടങ്ങിയപ്പോൾ അതിനേക്കാൾ കൂടുതൽ ശക്തമായും കൂടുതൽ മധുരമായും പാട്ട് വരികയാണ്. ആ ഗാനം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചിലർ സ്റ്റേജിലേക്ക് ചെന്ന് മെഡൽ കുത്തി കൊടുക്കുന്നു, ചിലർ അവൻ്റെ മുമ്പിൽ ചെന്ന് അവൻ്റെ കാല് തൊടുന്നു, അവൻ വന്ദിക്കുന്നു. അതിമനോഹരം. ഇതൊന്നും അവനൊരു ഭാവഭേദം ഉണ്ടാകുന്നില്ല. ആളുകൾ ബഹുമാനിക്കുന്നു, അവനൊരു ഭാവഭേദവുമില്ല. വീണ്ടും മൂന്നാമത്തെ പാട്ടായപ്പോഴേക്കും സദസ്സ് ആകെ ഇളകി മറിഞ്ഞു. സദസ്സ് മുഴുവനും അതിലങ്ങ് ആർപ്പ് വിളിച്ച് എന്തെല്ലാമോ ഒക്കെ അവന് സമ്മാനം കൊടുക്കുന്നതിനൊക്കെ എല്ലാ ആളുകൾ കയറി വരുന്നു. അപ്പോൾ ഒരു മാന്യനായ മനുഷ്യൻ എന്ന് ചോദിച്ചു, ഇത്രയും ആളുകൾ ബഹുമതിയോടെ നിന്നെ നോക്കിയിട്ടും നിനക്ക് എന്താ ഒരു മാറ്റമില്ലാത്തത്? നിൻ്റെ മുഖത്തൊരു ഒരു 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 സന്തോഷം വരാത്തത് എന്താ? അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും സന്തോഷിച്ചു, എന്നെ അഭിനന്ദിച്ചു, പക്ഷേ എൻ്റെ ഗുരു അവിടെ ആ കർട്ടൻ്റെ പുറകിലിരിപ്പുണ്ട്. ഗുരുവിൻ്റെ മുഖത്തേക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഗുരുവിൻ്റെ മുഖം പ്രസാദിച്ചില്ല. എന്നെ സംഗീതം അഭ്യസിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഒരിക്കലും സന്തോഷം കാണിച്ചില്ല. അപ്പോൾ എൻ്റെ പാട്ട് വേണ്ടതിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എനിക്ക് സന്തോഷം വരാഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ പ്രവൃത്തിയും കാണുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ഓരോ ചലനവും കാണുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ഓരോ നിരൂപണവും കാണുന്നൊരു ദൈവമുണ്ട്. അവിടെ നിന്ന് നമ്മിൽ പ്രസാദിക്കണം. ദൈവം പ്രസാദിക്കണം. മനുഷ്യരാരും പ്രസാദിച്ചില്ല, ഒരു പ്രയോജനമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ വളരെ ബഹുമാനിച്ച് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു, വളരെ കാര്യമായിട്ട് എന്നെക്കുറിച്ച് കരുതുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്താൽ എനിക്കൊരു പ്രയോജനമില്ല, നഷ്ടമാണ്. ഞാൻ ചീർക്കും, ഞാൻ അഹങ്കരിക്കും, ഞാൻ നിഗളിക്കും, ഞാൻ പെട്ടെന്ന് താഴെ വീഴുകയും ചെയ്യും. നേരെ മറിച്ച് എൻ്റെ ദൈവം എന്നിൽ പ്രസാദിക്കുകയാണെങ്കിൽ, ദൈവം പ്രസാദിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദൈവം പ്രസാദിക്കണം. എൻ്റെ രഹസ്യങ്ങൾ കാണാൻ ദൈവം പ്രസാദിക്കണം. ലോകത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഒരിക്കലും നാം ചാഞ്ഞു പോകരുത്. ലോകത്തിൻ്റെ ബഹുമതിയിലേക്ക് നാം ചാഞ്ഞു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ മനസ്സ് മാറണം. മനസ്സ് ക്രിസ്തുവിൽ ഏകാഗ്രമാകണം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. അവൻ വന്ന് സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അതിന് രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. ഓ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ശരീരം മാറും. ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കല്ലറയിൽ നിന്ന്, ശവക്കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരും. വിശുദ്ധന്മാർ എഴുന്നേറ്റ് വരും. അങ്ങനെ ഒരു പുതിയ രൂപം കിട്ടും, പുതിയൊരു ആകൃതി കിട്ടും, പുതിയൊരു രൂപം കിട്ടും, പുതിയ ശരീരം കിട്ടും, ആത്മശരീരം. ദൈവത്തിന് സ്തോത്രം. അന്ന് ആത്മശരീരം പ്രാപിച്ചുകൊണ്ട്, ആത്മശരീരമായതുകൊണ്ട് ഭൂമിയിലേക്കുള്ള ആകർഷണം വിട്ടുപോയി. ഭൂമിയിലേക്ക് ആകർഷണമില്ല.
അതിങ്ങനെ പൊങ്ങി പൊങ്ങി പോകും, പറക്കും. എങ്ങോട്ട്? ആകാശമേഘങ്ങളിലേക്ക്. സ്തോത്രം. അതേ ഉള്ളൂ, വേറൊന്നുമില്ല. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് മാത്രമല്ലാക്കുക. കർത്താവേ, ഈ ലോക ജീവിതത്തിൽ വെച്ച് നിത്യജീവൻ പ്രാപിക്കാനുള്ളതായ ഭാഗ്യം എനിക്ക് തരണം. ഈ ലോക ജീവിതത്തിൽ വെച്ച് നിത്യജീവൻ്റെ ഉറപ്പെനിക്ക് കിട്ടണം. നിത്യജീവൻ എനിക്ക് കിട്ടി, ആ ഉറപ്പെനിക്ക് കിട്ടി എന്നുള്ള ആ ഒരു ധാരണയോടുകൂടി എന്നെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ. എൻ്റെ ജീവിതത്തിൽ എപ്പോൾ കടന്നു പോയാലും എൻ്റെ നാഥൻ്റെ തൃപ്പാദത്തിൽ ഞാൻ ചെല്ലും. അവൻ്റെ തൃപ്പാദം ഞാൻ മുത്തും. എൻ്റെ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു നാൾ ഞാൻ ഈ നഗരയിലേക്ക് പറഞ്ഞു ചെല്ലുമ്പോൾ എൻ്റെ യേശുവിൻ്റെ പാദം ഞാൻ മുത്തണം. കർത്താവ്, അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ ചിന്ത നിങ്ങൾക്ക് വന്നാൽ ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം കർത്താവ് നടത്തരുമെന്ന് ഞാൻ പറഞ്ഞത്. കടമാണോ? നിങ്ങൾ എന്തും കടക്കാരനായിരിക്കാൻ കർത്താവ് അനുവദിക്കില്ല. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. വലിയ കടമുള്ള ഒരു ദേവദാസൻ മറ്റൊന്ന് എൻ്റെ അടുക്ക് വന്നു. സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു, അവരുടെ ജീവിതത്തിൽ അതിശയം പ്രവർത്തിച്ചു. സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. വലിയ കടത്തിൽ വിഷമിക്കുകയായിരുന്നു, ഭാരപ്പെടുകയായിരുന്നു. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കടങ്ങൾ യേശുവിനെ ഏൽപ്പിക്കണം. കർത്താവെ, ഞാൻ വലയുകയാണ്, കടത്തിൽ വലയുകയാണ്. കർത്താവെ, കൊടുത്തു തീർക്കാൻ ഒരു മാർഗവും കാണുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? കർത്താവെ, മനസ്സറിയണം, പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ജീവിതം കർത്താവിന് കൊടുക്കണം. ഇതെല്ലാം മായയാണ്. ജീവിതം കർത്താവിന് കൊടുക്കണം. ആരോ ഒരിക്കൽ പറഞ്ഞതുപോലെ, ഞാൻ അതൊക്കെ കാര്യം കൊടുക്കാനൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഒന്നുകൂടി സ്നാനപ്പെട്ടു, അപ്പോൾ പിന്നെ അതെല്ലാം മുങ്ങിപ്പോയി, അതുകൊണ്ട് ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ആത്മീയമുണ്ടല്ലോ, അത് അപകടമാണ്. സ്തോത്രം. ഞാൻ ഒന്നുകൂടി സ്നാനപ്പെട്ടു, അപ്പോൾ കഴിഞ്ഞതെല്ലാം മുങ്ങിപ്പോയി, ഇനി കടമൊന്നും അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന എത്രയോ പ്രാകൃതമായ ആത്മീയമാണ്, വികൃതമായ ആത്മീയമാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടമാണോ പ്രശ്നം? മകൻ്റെ വിവാഹമാണോ പ്രശ്നം? മോളുടെ വിവാഹമാണോ പ്രശ്നം? വിവാഹം കഴിഞ്ഞപ്പോൾ നാളുകളായി കുഞ്ഞുങ്ങളുണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ പ്രശ്നങ്ങളെല്ലാം യേശു അറിയുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങളുടെ രോഗം കർത്താവ് കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രതിസന്ധികൾ കർത്താവ് കാണുന്നുണ്ട്, കുടുംബത്തിലെ ക്ലേശങ്ങൾ കർത്താവ് കാണുന്നുണ്ട്, ഭർത്താവ് മദ്യപിച്ച് കൂത്താടി വന്ന് ഭാര്യ ഉദരിക്കുന്ന കർത്താവ് കാണുന്നുണ്ട്. എന്നും മൗനമായിരിക്കുകയില്ല. സ്തോത്രം. മോളെ, നീ എന്നീ തല്ലുകൊണ്ടേണ്ടി വരികയില്ല. എന്നും യേശു ക്രിസ്തു മൗനമായി നിൽക്കുകയില്ല. നീ നിൻ്റെ ജീവിതം യേശുവിന് കൊടുത്താൽ യേശു തക്ക സമയത്ത് അത്ഭുതം പ്രവർത്തിക്കും. നിൻ്റെ ജീവിതം അതിശയം പ്രവർത്തിക്കും. നിനക്ക് ആവശ്യമുള്ളത് കർത്താവ് തരും. ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം യേശു ക്രിസ്തു നിങ്ങളുടെ നാഥനായിട്ടുണ്ട്. യേശു ക്രിസ്തു നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കും. അവൻ നമ്മുടെ രക്ഷകർത്താവാണ്, അവൻ ലോഡ്, അവൻ നമ്മുടെ യജമാനാണ്, അവൻ നമ്മുടെ നാഥനാണ്, അവൻ നമ്മുടെ ഉടമസ്ഥനാണ്, അവൻ നമ്മുടെ ഉടയവനാണ്. ഈ നല്ലവനായ യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കൂ. യേശുവിനെ പ്രാപിക്കൂ. അതാണ് നിത്യജീവൻ. യേശുവാണ് നിത്യജീവൻ. നിത്യജീവനെ പ്രാപിക്കൂ. ഈ ഭൂമിയിൽ വെച്ച് യേശു ഹൃദയത്തിൽ വരുന്നതാണ് നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറയുന്നത്. നിത്യജീവൻ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ പ്രാപിച്ച് യേശുള്ളവരായി തീർന്ന്, യേശുവിന് വകയായി തീർന്ന്, യേശുവിന് വേണ്ടി ജീവിതം ചെലവഴിക്കപ്പെട്ട് അങ്ങനെ നിത്യജീവൻ്റെ ഉറമത്തേക്ക് അടുത്തു വരുവാൻ ഇടയാക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വാസ്തവമായി ഈ നിത്യജീവൻ്റെ അനുഭവം നിങ്ങൾക്ക് വേണമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കൂ. പറിച്ചു കളയേണ്ടത് പലതും അവിടെയുണ്ട്. കളകൾ പറിച്ചു കളയേണ്ടതുണ്ട്. കളകൾ പറിച്ചു കളയണം. എന്തെല്ലാം ഉണ്ടോ എല്ലാം പറിച്ചു കളയുക. സ്തോത്രം. ഈ കള വളരാൻ ഇനി അനുവദിക്കരുത്. കളകൾ വളരാൻ അനുവദിക്കരുത്. എല്ലാ കളയും പറിച്ചു കളയുക. എന്തെല്ലാം ഉണ്ട് ജീവിതത്തിൽ നിന്ന് പോയ തെറ്റുകൾ, എന്തെല്ലാം ഉണ്ട് പാപങ്ങൾ, എന്തെല്ലാം ഉണ്ട് ചീത്ത കൂട്ടുകെട്ടുകൾ, എന്തെല്ലാം ഉണ്ട് ചീട്ടുകളി സംഘങ്ങൾ മുഴുകിയത്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, മദ്യപാനമോ കഞ്ചാവോ മയക്കുമരുന്നോ ഏതെല്ലാം ഉണ്ട്, എല്ലാം എറിഞ്ഞു കളയുക. എല്ലാം ഇനി നാളേക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ, നാളേക്ക് വേണ്ട. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുഴുവൻ വലിച്ചെറിഞ്ഞ് കളയുക. സ്തോത്രം. വേണ്ട, മദ്യം ഞാൻ തൊടുകയില്ല, തീരുമാനിക്കൂ. കഞ്ചാവ് അതിൻ്റെ അടുക്കലേക്ക് വരികയില്ല, തീരുമാനിക്കൂ. ആരെല്ലാം എന്തെല്ലാം പ്രേരിപ്പിച്ചാലും തെറ്റായ ഒരു കാര്യത്തിൽ ഞാൻ വഴുകുകയില്ല. എൻ്റെ ജീവിതം അശുദ്ധിക്ക് വിട്ടുകൊടുക്കുകയില്ല. ഒരിക്കലും അശുദ്ധമായ ചിന്തകളോ ആഗ്രഹങ്ങളോ മോഹങ്ങളോ എൻ്റെ ഹൃദയത്തിൽ വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. എല്ലാം ഞാൻ ഇതാ വിടുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അപ്പോഴുണ്ട് നിത്യജീവൻ്റെ ഉടയവനായ ക്രിസ്തുവിൻ്റെ ആ കിരണകന്തളങ്ങൾ, രശ്മികൾ നിങ്ങളുടെ മേൽ വന്ന് പതിയുകയും ആ രശ്മികളിൽ നിങ്ങളുടെ ആ ജീവിതം ആകമാനം പ്രശോഭിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ആകമാനം പ്രകാശിക്കും.
ജീവിതം പ്രകാശമാനമായി തീരും, ജീവിതം അനുഗ്രഹീതമായി തീരും. ഭാരങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ രോഗങ്ങൾ മാറിപ്പോകും. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാകും. കാര്യങ്ങളെല്ലാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ദൈവം അനുവദിച്ചാണോ വരുന്നത്? ആകട്ടെ, ഞാൻ മരിച്ചുകൊള്ളാം, സ്തോത്രം. ദൈവം അനുവദിച്ചിട്ടാണോ ഈ രോഗം വരുന്നത്? കർത്താവെ, ഞാൻ വഹിച്ചുകൊള്ളാം, ദൈവത്തിന് സ്തോത്രം. കർത്താവെ, നീ അനുവദിച്ചിട്ടാണോ ഈ കാര്യങ്ങൾ വരുന്നത്? ഞാൻ സമ്മതിച്ചു തരുന്നു കർത്താവെ. വിട്ടുകൊടുക്കുക, നിങ്ങളെല്ലാം യേശുവിൻ്റെ ഇറങ്ങിലേക്ക് കൊടുക്കൂ. നമ്മുടെ എല്ലാം യേശുവിനെ ഏൽപ്പിക്കും. ലോകം മായ, മായ, സകലവും മായ. മായ അല്ലാത്തത് ഒന്ന് മാത്രം, യേശു മാത്രം. മാറാത്തത് യേശു മാത്രം, മാറാത്തത് യേശുക്രിസ്തു മാത്രം, യേശുക്രിസ്തുവിൻ്റെ തിരക്തം മാത്രം. ഹല്ലേലൂയ. ആ രക്തം ഇപ്പോൾ നിങ്ങൾ നെറ്റിമേൽ പുരട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ തിരക്തം നിങ്ങൾ നെറ്റിമേൽ പുരട്ടി നിങ്ങളെ വേർതിരിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ രക്തത്തിൻ്റെ അടയാളം നിങ്ങൾക്ക് നിത്യജീവൻ്റെ അവകാശം തരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ അടയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഒന്ന് വാഴണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിനെ ഞാൻ ജീവിക്കാൻ തീരുമാനിക്കുക. യേശുവേ, ഇന്ന് മുതൽ പാവമില്ലാത്ത ജീവിതം ഞാൻ നയിക്കും. ദൈവത്തോട് വാക്ക് പറയുക. ഹല്ലേലൂയ. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യേശു ഉണ്ടെന്ന് വിശ്വസിക്കുക. എൻ്റെ ഭാരങ്ങൾ അകറ്റുവാൻ യേശു ഉണ്ടെന്ന് വിശ്വസിക്കുക. എൻ്റെ ആകുലങ്ങൾ മാറ്റുവാൻ യേശു ഉണ്ടെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ കൂട്ടായ്മയിലല്ല വിശ്വസിക്കുന്നത്, ഞാൻ ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്. എനിക്ക് വേണ്ടി ഗോകുൽത്തായിൽ 3 ആണികൾ തൂങ്ങി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശു ക്രിസ്തുവിനെ തിരുവിലാവ് തുറന്നൊഴുകിയ ആ തിരക്താണ് ഞാൻ ആശ്രയിക്കുന്നത്. വിശ്വസിക്കൂ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥനകൾ കേറ്റുമല്ല. കരുണയുള്ള കർത്താവേ, എന്നോട് മനസ്സലിയണമേ. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എൻ്റെ യേശുവേ, ഞാൻ പാപത്തെയും സാത്താനെയും ഇപ്പോൾ ഉപേക്ഷിക്കുന്നു. സാത്താൻ ഉപേക്ഷിക്കുന്നു, പാപത്തെ ഉപേക്ഷിക്കുന്നു. എൻ്റെ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ആശയോടെ വരുന്നു. എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ, നിന്റെ ഉറപ്പ് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം കരങ്ങൾ ഉയർത്തുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുന്ന് അടിയങ്ങളോട് കൂടെയുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗം തുറന്ന്, സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് മാലാഖമാർ ഞങ്ങൾ ഉറ്റുനോക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവിടുത്തെ പ്രിയമക്കളായി ഞങ്ങളെ അവിടെ തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് വാസ്തവമായി തീരുമാനമെടുത്തവരുടെ തെറ്റുമേൽ അവിടുത്തെ മുദ്ര പതിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരക്തം പുരട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവരെയും ജീവൻ ധർമ്മത്തേക്ക് അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണമേ. നിൻ്റെ ഈ മക്കളെ അനുഗ്രഹിച്ച് സമാധാനം നൽകി പറഞ്ഞയക്കണമേ കർത്താവേ. അവിടുത്തെ 2ാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരെ നിരയിപ്പാൻ ഈ മക്കളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.